പാനൂരിനടുത്ത് പാറാട് CPM ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തീയിട്ട നിലയിൽ. പാറാട് ടൗണിലെ കെട്ടിടത്തിൽ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് കത്തിനശിച്ചത്. പാറാട് ടൗണിലെ കെട്ടിടത്തിൽ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന CPM ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസാണ് കത്തിനശിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും പ്രവർത്തിച്ചു വരികയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം CPM മുസ്ലിം ലീഗ് സംഘർഷം ഉടലെടുത്ത പ്രദേശമാണ് പാറാട്. തിങ്കളാഴ്ച വൈകിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രചരണാർത്ഥം പാർട്ടി കൊടികളെടുക്കാൻ ഓഫീസിലെത്തിയ പ്രവർത്തകരാണ് തീയിട്ടത് കണ്ടത്. സംഭവത്തിൽ കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF കോലിബി സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയില്ല വിജയത്തിന്റെ ഹുങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഗുണ്ടാ സംഘം പാറാടും പരിസരത്തും തുടർച്ചയായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അവരുടെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇവിടെ പാറാടുള്ള സ്തൂപം തകർക്കുന്നൊരു നിലയുണ്ടായി. അതിനു മുമ്പെയാണ് 13-ാം തീയതി നമ്മുടെ LDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തെ കല്ലും അതേപോലെ തന്നെ കുപ്പിയുമെല്ലാം എറിഞ്ഞുകൊണ്ട് കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഗുണ്ടാ മാഫിയ സംഘം രാത്രിയുടെ മറവിൽ പാറാടുള്ള ടൗൺ ബ്രാഞ്ച് ഓഫീസ് തീയിട്ട് കത്തി നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത്. LDFന്റെ പ്രവർത്തകരുടെ ആത്മസംയമനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് ലീഗിന്റെ ഗുണ്ടാ മാഫിയ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം LDFന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.